ആയുർ സൗഖ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ഹോസ്പിറ്റലിൽ സീനിയർ കൺസൾട്ടൻ്റായി ജോലി ചെയ്തു വരുന്നു. ഇന്ന് നമ്മൾ വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ എടുത്തിരിക്കുന്നത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ മഞ്ഞാസ്തംഭം എന്ന് ആയുർവേദത്തിൽ ഇതിനെ പറയുന്നു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കഴുത്തുവേദന എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആയുർവേദത്തിൽ മഞ്ഞാസ്തംഭം, മഞ്ഞ എന്ന് പറയുന്നത് കഴുത്താണ്, സ്തംഭം എന്ന് പറയുന്നത് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ മഞ്ഞയുടെ സ്തംഭം, അതായത് കഴുത്തിൻ്റെ സ്തംഭം അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ മഞ്ഞാസ്തംഭം അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് അതിൻ്റെ തേയ്മാനമാണ്. തേയ്മാനം, അതായത് കഴുത്തിലെ തേയ്മാനങ്ങൾ, ക്ഷതങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറീസ്, ആഘാതങ്ങൾ, അപകടങ്ങൾ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കഴുത്തിന് മുറിവേൽക്കുക, ചതവേൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് മഞ്ഞാസ്തംഭം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അടുത്തത് ഓവറായിട്ട് ഭാരം വഹിക്കുന്ന, മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ചുമട്ട് തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ ഈ രോഗം കൂടുതലായിട്ട് കാണുന്നു. അതായത് കഴുത്തിൽ ഓവറായിട്ട് ഭാരം വഹിച്ച് കൊണ്ടുപോകുന്ന രോഗികൾ, പിന്നെ വ്യക്തികൾ. പിന്നെ അത് ഇരിപ്പ്, പോസ്റ്റർ, ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ, നമ്മൾ കഴുത്ത് നേരെ സ്ട്രെയിറ്റായിട്ട് വെച്ചിട്ട് ഇരുന്നിട്ട് വായന, അതുപോലെ IT ഫീൽഡായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇരിപ്പിൻ്റെ അബ്നോർമാലിറ്റി ഒരു പരിധി വരെ ഈ രോഗത്തിന് കാരണമാകുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ സിംറ്റംസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴുത്ത് വേദന തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റമായിട്ട് കാണുന്നത്. പിന്നെ അത് ചില കേസുകളിൽ ആരംഭത്തിൽ ഒരു വേദന ഉണ്ടാവില്ല, കുറച്ച് അഡ്വാൻസ് ആയി കഴിയുമ്പോഴാണ് വേദന വരുന്നത്. പിന്നെ എൻ്റെ ലേറ്റർ സ്റ്റേജിലേക്ക് വരുമ്പോൾ തലവേദനയിട്ട് വരുന്നുണ്ട്, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട്, കൈകളിലേക്ക് വേദന, അതുപോലെ കൈകൾക്ക് ഒരു തരം തരിപ്പ് അല്ലെങ്കിൽ ബലക്ഷയം, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ പല രോഗികളും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ലേറ്റർ സ്റ്റേജിലാണ് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇതിനെങ്ങനെ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റിഗേഷൻസ്, പരിശോധനകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റേയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് MRIയിൽ നിശ്ചയമായിട്ടും സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടോ, എന്തെങ്കിലും ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടുള്ളതാണോ, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ രോഗം നമുക്ക് കൂടുതൽ വരാനായിട്ട് സാധ്യതയുള്ളത് നമ്മുടെ യുവാക്കൾക്കാണ്. നമുക്കറിയാം, ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൊബൈൽ യൂസേജ്, അത് മൊബൈൽ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ കഴുത്തിൻ്റെ നേരെ, കണ്ണിൻ്റെ നേരെ വെച്ചിട്ടൊന്നും അല്ല. സാധാരണ മൊബൈൽ മടിയിൽ വെച്ച് അല്ലെങ്കിൽ സൈഡ് തിരിഞ്ഞ് കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുക, മൊബൈൽ സംസാരിക്കുക, അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള മൊബൈലിലുള്ള വർക്കുകൾ അല്ലെങ്കിൽ മൊബൈലിൻ്റെ അത്യുപയോഗം, മീഡിയയുടെ അത്യുപയോഗം ഇതിന് വലിയൊരു കാരണമായിട്ട് കാണുന്നുണ്ട്. സാധാരണ രീതിയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് കാണുന്നത്. പക്ഷേ 30 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങുന്നുണ്ട്. ഇനിയും ഉള്ള അടുത്തൊരു കാലഘട്ടത്തിൽ 30 അല്ല 20 വയസ്സ് കഴിഞ്ഞവർക്കോ കുട്ടികൾക്ക് പോലും സെർവിക്കൽ സ്പോണ്ടിലോസിസ് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികളാണെന്ന് പ്രായമുള്ളവരെക്കാൾ കൂടുതലായിട്ട് മൊബൈലിൽ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത് മൊബൈലിൽ കൂടിയാണ്, ഗൂഗിൾ ക്ലാസ്സുകളാണ്, ഗൂഗിൾ മീറ്റുകളാണെന്ന്. അപ്പോൾ ഇത് സെർവിക്കൽ സ്പോണ്ടിലോസിസും അതുപോലെ കണ്ണിൻ്റെ അസുഖങ്ങളൊക്കെ ഇനിയത്തെ ഒരു കാലഘട്ടത്തിൽ അത്യധികമായിട്ട് കൂടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഇന്നത്തെ സാഹചര്യം, ഈ കൊറോണ യുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രധാനമായിട്ട് ഇതിന് മഞ്ഞാസ്തംഭത്തിൽ പറയുന്നത്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് നസ്യമാണ്. നസ്യത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ നസ്യം ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നസ്യത്തിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഓരോ കഫപ്രകൃതിയാണെങ്കിൽ അണുതൈലം കൊടുക്കും, പിത്തവാദ പ്രകൃതിയാണെങ്കിൽ ക്ഷീരബല അല്ലെങ്കിൽ ധന്വന്തരം, ധന്വന്തരം, ക്ഷീരബല ആവർത്തിച്ചതൊക്കെയാണ് നമ്മൾ സാധാരണ നസ്യത്തിന് കൊടുക്കുക. അത് 8 മുതൽ 12 തുള്ളി വരെ നസ്യത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് മർഷ നസ്യമായിട്ടാണ് 7 ദിവസത്തെ നസ്യ കർമ്മമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അഭ്യംഗം കൊടുക്കും, നമ്മൾ ഹോൾ ബോഡിയിൽ നമ്മൾ അഭ്യംഗം കൊടുക്കും, ഓയിൽ മസാജ് കൊടുക്കും. പിന്നെ ചില കേസിലൊക്കെ അത് ചവിട്ടിത്തിരുമ്മ, അത് മർമ്മ മസാജ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കൊടുത്തിട്ട് അതിന് ഇഫക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ സ്വേദക്രിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് സ്വേദക്രിയ, വളരെ ഇഫക്റ്റീവായിട്ടുള്ള സ്വേദക്രിയ, വേർപ്പിക്കൽ നമ്മൾ ഇലക്കിഴിയിലാണ് കണ്ടിരിക്കുന്നത്. ഇലക്കിഴി, നാരങ്ങക്കിഴി, അങ്ങനെയുള്ള കിഴികൾ. പിന്നെ അങ്ങനെയുള്ള കിഴികൾ കൊടുത്ത് വ്യത്യാസം വന്ന് കഴിഞ്ഞിട്ട്
നമ്മൾ പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ നോക്കേണ്ടത് നവരക്കിഴി. അതായത് ബൃംഹണമായിട്ടുള്ളത് ശരീരത്തെ, അതായത് വേദന കുറയ്ക്കുക, അസ്ഥിബലം വർദ്ധിപ്പിക്കുക, ഡിസ്കിൻ്റെ സ്നിഗ്ധത, ഡിസ്കിൻ്റെ എണ്ണമയം വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ സാധാരണ രോഗികൾക്ക് കൊടുക്കുന്നത്. അത് ഈ നസ്യം, ഓയിൽ മസാജ്, അതോടൊപ്പം തന്നെ കിഴികൾ, പ്രത്യേകിച്ച് നവരക്കിഴി, മാംസക്കിഴി, ആട്ടുമാംസം ചേർത്തിട്ടുള്ള കിഴികൾ ഇതിന് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കും. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ സെർവിക്കൽ സ്പോണ്ടിലോസിസിന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഗുണം കണ്ടിരിക്കുന്ന ചില ഇൻറ്റേർണൽ മെഡിക്കേഷൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രാദി കഷായം ഇതിന് വെരി ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. മഹാരാഷ്ട്രാദി കഷായം, അതുപോലെ തന്നെ യോഗരാജ ഗുഗുലു, ത്രയോദശാംഗ ഗുഗുലു, ഇതൊക്കെ ഗുൽഗുലു പ്രിപ്പറേഷൻസ് ഒത്തിരിയുണ്ട്. പിന്നെ സെർവിലോൺ എന്ന് പറഞ്ഞൊരു കമ്പനി മെഡിസിൻ ഉണ്ട്, ഇത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ ബലാരിഷ്ടം പോലത്തുള്ള അരിഷ്ടങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു സ്ട്രെസ് ഫാക്ടർ നമ്മളെപ്പോഴും മനസ്സിൽ കാണണം. സ്ട്രെസ്സും ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇപ്പോൾ നമ്മൾ ഈ ജോലിയിലുള്ള സ്ട്രെസ്സ്, IT ഫീൽഡിലൊക്കെ നമ്മൾ അവേഴ്സ് ടുഗദർ ഇരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ്, ഓവർ വർക്കും കൊണ്ടുള്ള സ്ട്രെസ്സിൽ നിന്ന് സെർവിക്കൽ സ്പോണ്ടിലോസിസ് വരുന്നത് നമ്മുടെ യുവാക്കളിൽ പലർക്കും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഫീൽഡുകളിൽ സ്ട്രെസ്സ് ഒരു പ്രധാന മാറ്റർ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ അതിൻ്റെ മൈൻഡിനെ ഒന്ന് ശാന്തമാക്കാനായിട്ടുള്ള ഒരു ചെറിയ മെഡിക്കേഷൻ, അശ്വഗന്ധാരിഷ്ടമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റ് കണ്ടിട്ടുണ്ട് തെറപ്പിയിൽ. അതുപോലെ മനസ്സുമിത്രം ഗുളിക, അത് ഇമ്മ്യൂണോ മോഡുലേറ്ററാണ്. മനസ്സുമിത്രം ഗുളിക എന്ന് പറയുന്നത് വൈറ്റാലിറ്റിനെ വർദ്ധിപ്പിക്കുക, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കുന്നതാണ്. നമ്മൾ വെറുതെ മാനസിക രോഗികൾക്ക് മാത്രമല്ല നമ്മളത് കൊടുക്കുക, മനസ്സുമിത്രം ഗുളിക. അപ്പോൾ അങ്ങനെയുള്ള മെഡിക്കേഷൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഇഫക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തെറപ്പീസാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ മന്യാസ്തംഭം അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് കേസുകൾക്ക് നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. നമ്മൾ ഈ മന്യാസ്തംഭം കേസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് വന്നതാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഒരു പ്രധാന ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ ഇഞ്ചുറിയും തേയ്മാനങ്ങളും ഒരുപാട് ഭാരം വഹിക്കലും അബ്നോർമൽ പോസ്റ്റേഴ്സൊക്കെയാണ് പറയണമെങ്കിലും സ്ട്രെസ്സ് ഒരു പ്രധാന കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊരു പെൺകുട്ടീനെ ട്രീറ്റ്മെൻറ്റിന് വന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഒരു മരണം, അതായത് അവളുടെ സ്വന്തപ്പെട്ട വേറൊരാളെ ആക്രമിച്ച് കൊല്ലുന്നത് അവൾ മുഖതാവിൽ കണ്ടു എന്നാണ് പറയുന്നത്. അത് മുതൽ അവൾക്ക് അത് ഈ സൈനസിനും അവൾക്ക് കാരണമായി എന്നാണ് പറയുന്നത്. കഴുത്ത് വേദന, സൈനസൈറ്റിസ്, ലോ ബാക്കേക്ക്, 3 രോഗങ്ങളാണ് അവളിൽ ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സെർവിക്കൽ സ്പോണ്ടിലോസിസ്, അതോടൊപ്പം തന്നെ സൈനസൈറ്റിസ്, ലോ ബാക്കേക്ക്, ഈ 3 ഡിസീസിനും അപ്പോൾ ഇതൊരു ഭയങ്കര കണക്ഷൻ എനിക്ക് തോന്നി. അപ്പോൾ കുട്ടിയായിട്ട് സംസാരിച്ചു, ഒരു OPയിലേക്ക് വിളിച്ചു, കൗൺസിലിംഗ് കൊടുത്തു, സംസാരിച്ചു. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം മോളെ, എൻ്റെ സ്വന്തപ്പെട്ട ആളെ കൊന്നേക്കണത്. അപ്പോൾ ആ സ്വന്തപ്പെട്ട ആളോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ്. അതൊരു ഹീലിംഗ് പ്രോസസ്സ് നടക്കണം, ഒരു സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ ഹീലിംഗ് അവിടെ നടക്കണം. അപ്പോൾ അതിന് തമ്പുരാൻ തന്നെ ഇടപെടണം ഈ കേസിൽ. ഞാൻ ചികിത്സ തരാം. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ പ്രഭാഷകൻ 28:9 പറയുന്നത്, അങ്ങനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് സുഖപ്പെടുത്തും. 38:9 പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഞാൻ ചില രോഗികൾക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ നിനക്ക് നീ തമ്പുരാനോട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം നിനക്ക് ഈ രോഗങ്ങൾ, ഈ 3 ഡിസീസ് വന്നേക്കുന്നത് ഇങ്ങനെ ഒരു മെൻ്റൽ സ്ട്രോമയിൽ നിന്ന് വന്നേക്കുന്നതാണ്. അപ്പോൾ ഒരു ആഘാതത്തിൽ നിന്ന് വന്നേക്കണം, മെൻ്റൽ ഇഞ്ചുറിയാണ്. ഇവിടെ ശരിക്കും ഡയറക്റ്റായിട്ട് കഴുത്തിൽ ആഘാതം വന്നില്ല പെൺകുട്ടിക്ക്, അവൾക്ക് മെൻ്റൽ ഇഞ്ചുറിയാണ് വന്നിരിക്കുന്നത്, സ്പിരിച്വൽ ഇഞ്ചുറി. അവളുടെ സ്വന്തപ്പെട്ട ആളോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സോള്, ആത്മാവിൻ്റെ തലത്തിലും മൈൻഡിൻ്റെ തലത്തിലും ആ കുട്ടിക്ക് ഹീലിംഗ് വേണമെന്നുള്ളത് എനിക്ക് ആ കുട്ടീനെ കൊണ്ട് സംസാരിച്ച് കൗൺസിലിങ്ങിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ക്ഷമിക്കാൻ പറഞ്ഞു, പിന്നെ വചനം പറഞ്ഞു കൊടുത്തു. പിന്നെ അവൾക്ക് നമ്മുടെ തെറപ്പീസ് എല്ലാം കൊടുക്കും, നസ്യം, കിഴികൾ, മാംസക്കിഴി, നവരക്കിഴി, അങ്ങനത്തെയുള്ള ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് തെറപ്പി എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പഥ്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മൾ വാതരോഗത്തിൻ്റെ പഥ്യങ്ങൾ തന്നെയാണ്. ഇതൊരു വാതരോഗമായിട്ട് ആയുർവേദം പറയുന്നത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി, മുതിര, അങ്ങനെയൊക്കെയുള്ള ഇലക്കറികൾ,
ഇതൊക്കെ ഒത്തിരി ഇഫക്റ്റീവായിട്ട് പറയുന്നുണ്ട്. വാദത്തിന് അതിന് അതായത് മുതിര കറി വെച്ച് കഴിക്കുക, മുതിര വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ സൂപ്പാക്കി കഴിക്കുക, വെളുത്തുള്ളി അതിനകത്ത് ഇട്ട് താളിക്കുക, ഇതൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കൂടുതലായിട്ട് പറയുന്നത് കഴുത്തിൻ്റെ പോസ്റ്റർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. പോസ്റ്റേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വായിക്കണതൊക്കെ കഴുത്തിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് വായിക്കാൻ പറയുന്നു. പിന്നെ ഇതിന് പ്രിവെൻഷനായിട്ട് നമ്മൾ പറയുന്നത് എക്സർസൈസുകളാണ്. അപ്പോൾ നമ്മൾ കഴുത്ത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും, ഇടത്തോട്ട് നമ്മൾ കറക്കുക, വലത്തോട്ട് കറക്കുക, അങ്ങനെയാണ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കഴുത്ത് ഇങ്ങനെ കറക്കുക. അതൊരു 10 തൊട്ട് 15 പ്രാവശ്യം വരെ. പിന്നെ കഴുത്ത് മുന്നോട്ട് ഇതാക്കുക, ഇവിടെ താടി ഇവിടെ തൊടിയിക്കുക, ബാക്കിലേക്ക് എടുക്കുക, അതോടെ 2 സൈഡ് വൈസുള്ള നമ്മുടെ കഴുത്ത് തിരിക്കുക, ഇടത്തേക്കും വലത്തേക്കും തിരിക്കുക, എന്നിട്ട് ഷോൾഡറിൽ പരമാവധി തൊടാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസ് ഇതൊക്കെ ഒരു പ്രിവെൻഷനാണ്. ഇപ്പോൾ ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉള്ള എല്ലാ രോഗികൾക്കും എല്ലാ കാലവും ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നില്ല. പിന്നെ തലയണ വയ്ക്കാതെ കിടക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ തലയണ ഒഴിവാക്കുക, അല്ലെങ്കിൽ ചെറിയ കനം കുറഞ്ഞ എന്തെങ്കിലും ബെഡ്ഷീറ്റോ സോഫ്റ്റ് ചെറിയ കനം കുറഞ്ഞ തലയണകൾ വെച്ച് നമ്മൾ കിടക്കാൻ പറയും രോഗിയോട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രിവെൻഷനായിട്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ കഴുത്തിൻ്റെ എക്സസൈസുകൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്നുള്ളത് രോഗിയെ നമ്മൾ അഡ്വൈസ് ചെയ്യും. അതുപോലെയൊക്കെ തന്നെ പ്രയർ തെറാപ്പി, അതുപോലെ സൈക്കോതെറാപ്പി, ഇതൊക്കെ ഒരു പരിധി വരെ ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസിനും ഒത്തിരി ഉപകാരപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം സ്ട്രെസ്സ് ഓരോ മനുഷ്യനെ എങ്ങനെ ആക്രമിക്കാൻ നമുക്കറിയില്ല. ചിലർക്കത് മന്യാസ്തംഭമായിട്ട്, സെർവിക്കൽ സ്പോണ്ടിലോസിസായിട്ട്, ചിലർക്കത് ലോ ബാക്കേക്കായിട്ട്, ചിലർക്ക് സൈനോസൈറ്റിസായിട്ട്, ചിലർക്ക് ഉദരസംബന്ധമായ രോഗമായിട്ട്, ഏത് തരം ചുരുക്കത്തിൽ പറഞ്ഞ ഏത് തരം രോഗം വന്നോ അതിനൊക്കെ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ നമ്മളൊരു കൗൺസിലിങ്ങും ഒരു തെറാപ്പിയും ഒരു സ്പിരിച്വൽ തെറാപ്പിയും ഒരു പ്രാർത്ഥനയും അതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. അതൊരു ഹോളിസ്റ്റിക് സമഗ്രമായൊരു ചികിത്സയ്ക്ക് അത് ആവശ്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സെർവിക്കൽ സ്പോണ്ടിലോസിസ്, കഴുത്തുവേദന സാധാരണയായി കണ്ടുവരുന്നത് ഏതു പ്രായത്തിലുള്ളവർക്കാണ്? സെർവിക്കൽ സ്പോണ്ടിലോസിസ് സാധാരണ കണ്ടുവരുന്നത് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. 85 മുതൽ 90% വരെ കണ്ടുവരുന്നത് 60 വയസ്സ് കഴിഞ്ഞവർക്കാണെന്ന്. പക്ഷേ ഇന്നത്തെ പുസ്തകം തിരുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 30 20 വയസ്സ് കഴിഞ്ഞവർക്കും സെർവിക്കൽ സ്പോണ്ടിലോസിസ് കാണുന്നുണ്ട്. ഇനി കുട്ടികൾക്ക് പോലും സെർവിക്കൽ സ്പോണ്ടിലോസിസ് വരാനുള്ള സാധ്യതയാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കൊറോണ കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന ഈ രോഗത്തിന് കിടത്തിയുള്ള ചികിത്സാ രീതിയാണോ അതെയോ OP ട്രീറ്റ്മെൻ്റ് ആണോ സാധാരണയായി കൊടുക്കാറുള്ളത്? നമ്മുടെ ആശുപത്രിയിൽ വരുന്ന കേസുകളിൽ ഒരു വളരെ കുറച്ച് ശതമാനമേ മാത്രമേ നമ്മൾ അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാറുള്ളൂ. അത് വളരെ പഴകി, കൈകൾക്ക് ബലക്ഷയം വന്നു, തരിപ്പുണ്ട് ഡോക്ടറെ, പിന്നെ കഴുത്ത് ഒട്ടും തിരിക്കാനും മറിക്കാനും പറ്റുന്നില്ല, തല കറങ്ങുന്നു, നടക്കുമ്പോൾ തല ഇറങ്ങി വീഴാൻ പോകുന്നു, ഇങ്ങനെയുള്ള സ്റ്റേജിൽ മാത്രമേ നമ്മൾ രോഗീനെ അഡ്മിറ്റ് ചെയ്യാറുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ OP ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. നമ്മൾ മസാജസ്, അതുപോലെ തിരുമ്മലുകൾ അതൊക്കെ കൊടുത്തിട്ട് വിടാറാണ് പതിവ്. നമ്മൾ വന്ന ഉടനെ തന്നെ ഒരു പേഷ്യൻറ്റിനെയും കയറ്റി കിടത്താറില്ല. ബിഗിനിങ് OP ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. സെർവിക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ മന്യാസ്തംഭം, പച്ച മലയാളത്തിൽ പറയണ കഴുത്തുവേദന, അതിനെക്കുറിച്ച് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെ ഒരു നല്ല ആരോഗ്യമുള്ള കഴുത്ത് നമുക്ക് നിലനിർത്താം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. എക്സർസൈസും അതോടൊപ്പം തന്നെ നമ്മളുടെ മൊബൈലിൻ്റെ അത്യുപയോഗവും കുനിഞ്ഞിരുന്നിട്ടുള്ള നമ്മുടെ വായനകളും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ നല്ലൊരു ആരോഗ്യമുള്ള ഒരു കഴുത്ത് രൂപപ്പെടാനായിട്ട് നിങ്ങളെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.